അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുപോകും. ഇനി നമ്മൾ രണ്ടുപേർ സംസാരിക്കുന്നതിന് വേണ്ടി ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് സിയാൻ കോക്കറിനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഇത്രയധികം ഫാൻസ്, ഇത്രയധികം പ്രേക്ഷകർ മലയാളത്തിലുണ്ടെന്ന് അദ്ദേഹം നേരിട്ട് ഇപ്പോൾ കണ്ടുകഴിഞ്ഞു. ഏതായാലും ഈ വേലായുധം എന്ന പത്രത്തിലുമാണ് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു വലിയ തരംഗം സൃഷ്ടിക്കട്ടെ, വലിയൊരു സക്സസ് കൊടുക്കട്ടെ. ജഗദീശനും അദ്ദേഹത്തെ ഇനി ഇവിടെ വിജയ് സാർ വിതരണം ചെയ്യാൻ പോകുന്ന പ്രശസ്ത സംവിധായകനും പ്രൊഡ്യൂസറുമായ കാദർ ഹസനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിജയ് സാറിന് ബൊക്കെ നൽകി ആദരിക്കുന്നതിന് വേണ്ടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ വേലായുധം എന്ന ചിത്രം കേരളത്തിൽ 104 തിയേറ്ററുകളിൽ ദീപാവലിക്ക് 26-ാം തീയതി റിലീസാണ്. വലിയൊരു ചരിത്ര സംഭവമായി അത് മാറാനുള്ള പോലെയാണ്. മലബാർ ഏരിയയുടെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ NN സിനിമയുടെ ഷാജിയെ ഞാൻ വേദിയിലേക്ക് ഒക്കെ നൽകി ആദരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിനായി വിജയ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ ചിത്രത്തിൽ വേലായുധം എന്ന ചിത്രത്തിൽ മലയാളത്തിന്റെ ഒരു മുത്തുകൂടിയുണ്ട്. നമുക്കറിയാം വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ബൈജു എഴുതുന്ന രണ്ടുപേർ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെത്തിയ പ്രിയപ്പെട്ട വിജയ് സാറിനെ നിങ്ങളുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കൈയടി കിട്ടത്തില്ല. ഞാൻ ചെയ്തിരിക്കുന്ന വില്ലൻ കഥാപാത്രമാണ്. ഇപ്പോൾ ഒരു നല്ല കൈയടിയില്ല. വിജയ് സാറിന്റെ കൂടെ ഇപ്പോൾ 2ാമത്തെ സിനിമയാണ് ഞാൻ അഭിനയിക്കുന്നത്. കാവലനിൽ അഭിനയിച്ചു. വിജയ് സാറിന്റെ എൻ്റയർലി എല്ലാ സ്റ്റാഫും എല്ലാവരുമാണ് എന്നെ വേലായുധത്തിലേക്ക് റെക്കമെൻഡ് ചെയ്തത്. എൻ്റെ കഥാപാത്രം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഇതുപോലെ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ ഓർത്തു നിൽക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും എന്ന് പറയുന്നു. ഒരിക്കൽ കൂടെ വിജയ് സാറിന് പ്രത്യേകം വരാൻ സാധിക്കുന്നു. നന്ദി പറഞ്ഞു. വിജയ് സാറിന് ഒക്കെ നൽകി സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മിസ്സിസ് ഇന്ത്യ ജയ്മോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ജയ്മോളെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഇന്നിവിടെ കേരള ജനത മുഴുവൻ ഉത്സവമാക്കി മാറ്റിയ വേലായുധം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസിംഗ് ഇതേ സമയത്ത് തന്നെ കേരളത്തിലെ 130ഓളം തിയേറ്ററുകളിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ തിയേറ്റർ ലിസ്റ്റിന്റെ പ്രകാശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവിടെ ഈ ചിത്രം കേരള ജനതയുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഇതിനു മുൻപ് വിജയ് സാറിന്റെ ഇളയ തലമുറയിൽ ഡോക്ടർ വിജയുടെ